നമസ്കാരം, എല്ലാവർക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പാസ്റ്റ് ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് പോവുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ നോക്കിക്കോളുക, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യം പറഞ്ഞു. ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ 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 പ്രധാനപ്പെട്ട ഒരാളാണ്. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. LD ടൈപ്പിസ്റ്റ് മാത്രമല്ല, മറ്റ് എല്ലാ എക്സാമുകളിലും ഇയാളുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നോക്കി വെച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് ടൈമിൽ തുടങ്ങി പാസ്റ്റ് ടൈമിൽ തന്നെ അവസാനിച്ച സംഗതിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളാം, ഇതിൻ്റെ ഫോം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമിൽ പറഞ്ഞിരുന്നു ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന്. അപ്പോൾ കണ്ടിന്യൂസിനകത്ത് വെർബിൻ്റെ ING വരുന്നത് പോലെ പെർഫെക്റ്റ് ടെൻസുകളിൽ, പെർഫെക്റ്റിലാണേ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യമല്ല, പെർഫെക്റ്റ് ടെൻസിൽ V3 ആയിരിക്കും വരുന്നത്. ഇത് എന്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യമാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിനകത്ത് ഈ ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് ആയിട്ടുള്ള ഹാഡ് വരും, V3 വരും. ഹാഡ് പ്ലസ് V3. ഇപ്പോൾ ഐ ഹാഡ്, ഇപ്പോൾ വർക്കാണ്, വർക്കിൻ്റെ V3 വർക്ക്ഡ്. ഐ ഹാഡ് വർക്ക്ഡ്, ഷീ ഹാഡ് വർക്ക്ഡ്. കണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ സിംഗുലർ പ്ലൂറൽ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമായിട്ട് വരുന്നത്. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം, അതിൻ്റെ ടൈം വേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ടൈം വേർഡുകളെന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഓൾറെഡി, ജസ്റ്റ്, നെവർ, ബിഫോർ, ആഫ്റ്റർ, സിൻസ്, ഫോർ, യെറ്റ്, അണ്ടിൽ, വെൻ. ഇത്രയുമാണ് ഇതിനകത്ത് എന്തായിട്ട് വരുന്നത്, ഇതിൻ്റെ ടൈം വേർഡ്സ് ആയിട്ട് വരുന്നത്. ഈ സംഭവം ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ടൈം വേർഡുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി പറയാൻ പോകുന്നൊരു നമ്മൾ കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും സിമ്പിൾ പാസ്റ്റിൻ്റെയും കണക്ഷൻ പറഞ്ഞിരുന്നു. അന്നേരം പറഞ്ഞൊരു കാര്യം ഇതാണ്, രണ്ട് പാസ്റ്റ് ആക്ഷൻസിൽ ഒരെണ്ണം പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അടുത്തത് എന്തിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റിലായിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആ കാര്യം ഒന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. രണ്ട് പാസ്റ്റ് ആക്ഷൻസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യം നടക്കുന്ന ഫസ്റ്റ് നടക്കുന്ന പാസ്റ്റ് ആക്ഷനെ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടക്കുന്ന പാസ്റ്റ് ആക്ഷനെ സിമ്പിൾ പാസ്റ്റിലുമായിരിക്കണം പറയേണ്ടത്. അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വരുമ്പോൾ ഒന്ന് ആദ്യം നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടക്കുന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലുമായിരിക്കണം പറയേണ്ടത്. ഈ കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എവിടേക്ക് പോകാനായിട്ട്? ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ട്. നോക്കിക്കോണേ, വെൻ ഐ റീച്ച്ഡ് ദെയർ ദേ ഡാഷ്. വെൻ ഐ റീച്ച്ഡ്, അപ്പം നോട്ട് ചെയ്തോളൂ, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം. വെൻ ഐ റീച്ച്ഡ് എന്ന് പറയുന്ന V2-ലാണ്. ഞാൻ അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും ദേ ഡാഷ്, അവർ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ എന്തായിട്ട് വരുന്നത്? അവർ പോയി എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത്? ആദ്യം നടന്ന ആക്ഷൻ. അപ്പോൾ അത് എന്തിലായിരിക്കണം പറയേണ്ടത്? അത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. ദേ ഹാഡ് ബീൻ ഗോൺ. ദേ ഹാഡ് ബീൻ ഗോൺ. സോറി, ദേ ഹാഡ് ബീൻ ഗോൺ അല്ല, ദേ ഹാഡ് ഗോൺ. ദേ ഹാഡ് ഗോൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. വെൻ ഐ റീച്ച്ഡ് ദെയർ ദേ ഹാഡ് ഗോൺ. അവർ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം നടന്നത് പോയി എന്നുള്ളതാണ്, ഞാൻ അവിടെ എത്തിച്ചേർന്നത് രണ്ടാമതാണ്. സോറി, ഇതല്ല, ഹാഡ് ഗോൺ ആണ്. അടുത്ത ഓക്കെ, ബിഫോർ ഹി റീച്ച്ഡ് ദ ക്ലാസ് ദ ടീച്ചർ ഡാഷ് ദ ലെസൺ. അവൻ ക്ലാസ്സിൽ എത്തിച്ചേരുന്നതിന് മുൻപേ തന്നെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരംഭിച്ചിരുന്നു, പാഠം പഠിപ്പിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ ഹി റീച്ച്ഡ് എന്ന് പറയുന്ന V2-ലാണ്. അപ്പോൾ രണ്ടാമത് നടന്ന ആക്ഷനാണ് വന്നേക്കുന്നത്. ആദ്യം നടന്ന പ്രവൃത്തി എന്തിലായിരിക്കണം? അത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ആരുണ്ട്? ഓപ്ഷൻ എ ആണ്, ഹാഡ് സ്റ്റാർട്ടഡ് ഉണ്ട്. അടുത്ത നോക്കിക്കോണേ, വി അറൈവ്ഡ് അറ്റ് ദ വെഡ്ഡിംഗ് ഹാൾ ആഫ്റ്റർ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഡാഷ്. അവിടെ എന്ത് വെച്ച് ഫില്ല് ചെയ്യണം? വി അറൈവ്ഡ് എന്ന് പറയുന്ന V2 ആണ്, രണ്ടാമത്തെ ആക്ഷനാണ്. അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ എന്തിൽ പറയണം?
പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം വി റീച്ച്ഡ് ദ സ്റ്റേഷൻ. സ്ഥിരം ക്വസ്റ്റ്യനാണ്, അതായത് നമ്മുടെ സ്ഥിരം കുറ്റി അയാൾ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ സാധനം തന്നെയാണ് ഇതിൻ്റെ പല രീതിയിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാറുള്ളത്. അറിയാമല്ലോ, പറയണ്ടല്ലോ. അപ്പോൾ ട്രെയിനും സ്റ്റേഷനും നമ്മുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് 1 മാർക്ക് വാങ്ങിത്തരുന്ന ക്വസ്റ്റ്യൻ. ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ, സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റേഷനിൽ രണ്ടാമതായിട്ട് എത്തിച്ചേർന്നില്ലേ, ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ ട്രെയിൻ പോയി എന്നുള്ളത് ആദ്യം നടന്ന ആക്ഷനാണ്. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്, സി ആണ്. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്, ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്, ഞാനവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്. അത് V2ലായിരിക്കണം. വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ. അപ്പോൾ ബോയ്സ് സ്കൂളിൽ എത്തിച്ചേർന്നു എന്നുള്ളത് രണ്ടാമത് നടന്നു. അവരവിടെ എത്തിച്ചേരുന്നതിന് മുൻപേ തന്നെ ബെല്ലടിച്ചിരുന്നു. അപ്പോൾ ബെല്ലടിച്ചു എന്ന് പറയുന്നത് ഹാഡ് റങ് എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം പറയട്ടെ. അപ്പോൾ കണക്ഷൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. കണക്ഷൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച്. അപ്പോൾ 2 പാസ്റ്റ് ആക്ഷൻസിൽ ഒരെണ്ണം പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അടുത്ത സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കണക്ഷൻ അതെങ്ങനെയാണ് പറഞ്ഞേ, 2 പാസ്റ്റ് ആക്ഷൻസിൽ ആദ്യം നടന്നത് ഫസ്റ്റ് നടക്കുന്ന ആൾ എന്തിലായിരിക്കണം, അത് പാസ്റ്റ് പെർഫെക്റ്റിൽ. സെക്കൻഡായിട്ട് നടക്കുന്ന പ്രവൃത്തി എന്തിലായിരിക്കണം, സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. ഈ 2 ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നല്ല വൃത്തിയാണെന്ന് കാണുക. ഇതിൻ്റെ നോട്ട് പ്രത്യേകം എഴുതി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്, LD ടൈപ്പിസ്റ്റിൻ്റെ എക്സാമിന് മാത്രമല്ല മറ്റ് പരീക്ഷകൾക്കെല്ലാം ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാമുകൾ വരാൻ പോവാണ്, അതിനെല്ലാം ഉപകരിക്കുന്ന രീതിയിലാണത് കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ദ ലാസ്റ്റ് പാസ്റ്റ് ടെൻസിലെ അവസാനത്തെ കണ്ണി ആരാണവൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യം എന്താ പറഞ്ഞേ, പാസ്റ്റ് ടൈമിൽ തുടങ്ങി പ്രസൻറ്റ് ടൈമിലും കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നതെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പ്രത്യേകത പാസ്റ്റ് ടൈമിൽ തുടങ്ങി പാസ്റ്റ് ടൈമിൽ വിത്തൗട്ട് ബ്രേക്ക് നടന്നൊരു കാര്യമാണ്. ഒരു ബ്രേക്കും ഇല്ലാതെ നടന്നൊരു കാര്യം, പാസ്റ്റ് ടൈമിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യണം. അതിൻ്റെ ഫോമിലേക്കൊന്ന് പോവുകയാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. വെർബിൻ്റെ ING ഫോം കണ്ടിന്യൂസ് എന്നുള്ള പേരുണ്ടെങ്കിൽ വെർബിൻ്റെ ING ഫോം ആയിരിക്കണം. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കണ്ടിന്യൂസ് ടെൻസിൽ അവസാനിക്കുന്നെങ്കിൽ ING ഫോം ആയിരിക്കും. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ആണെങ്കിൽ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം നോക്കിക്കോണേ, ഹാസ് ബീൻ്റെയും ഹാവ് ബീൻ്റെയും പാസ്റ്റ് ആയിട്ടുള്ള ഹാഡ് ബീൻ വരും, വെർബിൻ്റെ ING ഫോം വരും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കോണേ, ഐ ഹാഡ് ബീൻ ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ ഗോയിങ്. ഇതാണ് ഇതിൻ്റെ ഫോമായിട്ട് വരുന്നത്. ഈ ഫോം വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ സംഗതി സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം എന്നുള്ള ഇതിൻ്റെ ഈ ഫോമാറ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഈ ഫോം അറിഞ്ഞിരുന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടൈം വേർഡ്സ് നോക്കി വെച്ചേക്കണേ. ടൈം വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ആരൊക്കെയാണ്, ഒന്ന് ഫോർ, സിൻസും ഫോറും വരുന്നുണ്ട്. ഓൾ ഡേ ഓർ ഓൾ വീക്ക്, ബിഫോർ, ബൈ ദ ടൈം, വെന്ന്. ഇത്രയുമാണ് ഇതിനകത്ത് ടൈം വേർഡ്സ് ആയിട്ട് വരുന്നത്. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി നോക്കണേ, വളരെ സിമ്പിളായിട്ടാണ് ഈ സംഗതി പറഞ്ഞു പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. മിസ്റ്റർ ജോൺസ് ഡാഷ് ഇൻ ദ കമ്പനി സിൻസ് 1997 ബട്ട് നൗ ഹീ ഈസ് നോട്ട്. ഇപ്പോൾ അയാളില്ല, ഇപ്പോൾ ഇല്ല, അറ്റ് പ്രസൻറ്റിലില്ല. പക്ഷേ 1997 മുതൽ അവനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇല്ല, ബട്ട് നൗ ഹീ ഈസ് നോട്ട്. അവിടെ സൂചന തരുന്നുണ്ട്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ളതിൻ്റെ സൂചന. ബട്ട് നൗ ഹീ ഈസ് നോട്ട്, ഇപ്പോൾ ഇല്ല എന്നാൽ ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റ് ടൈമിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ ഹാഡ് ബീൻ വർക്കിംഗ്, ആരാണ് ഇതാ, ഹാഡ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇപ്പോൾ ഇല്ല, എന്നാൽ 1997 മുതൽ ഇയാൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, രാജു വെയിറ്റ് ഫോർ ദ ബസ് 1 hour ബിഫോർ ഹി ഹയർഡ് ടാക്സി. ഈ ടാക്സി ബിഫോർ ഹി ഹയർഡ് ടാക്സി ഹയർ ചെയ്യുന്നതിന് മുൻപ് അയാൾ ഇവിടെ വെയിറ്റ്. അപ്പോൾ ഈ സംഗതി വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഇത് പാസ്റ്റാണ്. അപ്പോൾ ഈ ടൈമിന് മുൻപ് അയാൾ ഇവിടെ കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഹാഡ് വരണം, ബീൻ വരണം, വെർബിൻ്റെ ING ഫോം വരണം. അങ്ങനെ ആരുണ്ട് ഇതിനകത്ത്, ഓപ്ഷൻ ഡി, ദ ഹാഡ് ബീൻ വെയിറ്റിംഗ്.
വെയിറ്റിൻ്റെ അന്നൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഫോർ ദ ബസ് 1 hour ബിഫോർ ഹി ഹയർഡ് എ ടാക്സി. ടാക്സി എടുക്കുന്നതിന് മുൻപ് അളിയൻ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കാര്യമായിട്ട് നോക്കുക. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംഗതി എഴുതി പോയിരിക്കുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. So when I met my friend John Verghese in 1995, he dashed a novel for 3 years. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ജോൺ വർഗീസിനെ 1995 കണ്ടുമുട്ടുമ്പോൾ അവനൊരു നോവൽ കഴിഞ്ഞ 3 വർഷമായിട്ട്, അപ്പം ഈ 2026 ഞാൻ ഈ കാര്യം പറയുമ്പോൾ 1995 എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആയിട്ടുള്ള സമയമാണ് അല്ലേ, ഒരു പാസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അത് മാത്രമല്ല ആ സമയത്ത് അളിയൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 3 വർഷത്തേക്ക്, ആ 3 വർഷം അയാൾ കണ്ടിന്യൂ ചെയ്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര് തന്നെ വരുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഹാഡ് വരണം, ബീൻ വരണം, വെർബിൻ്റെ ING ഫോം വരണം. ഓപ്ഷൻ സി ഹാഡ് ബീൻ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതോടുകൂടി പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. പാസ്റ്റ് ടെൻസിൻ്റെ കണക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്റ് ടെൻസ് നോക്കി വെച്ചേക്കണേ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമാണ്. ഇത് പഠിച്ചേ പറ്റൂ, പഠിച്ച 1 മാർക്ക് ഷുവറാണ്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ടെൻസിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇതിന് മുൻപ് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രസൻറ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക പരമാവധി. ഇപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ മറ്റേ വീഡിയോസ് കാണുക. അതിനകത്തുനിന്നുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു എക്സാമിനേഷന് മാത്രമല്ല, ഭാവിയിൽ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ക്ലാസ്സുകളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.